ഇനി മുംബൈയിലെ കുർളയിൽ ബസ് വാഹനങ്ങൾ ഇടിച്ചുണ്ടായ അപകടത്തിൽ 7 പേർ മരിച്ചിരിക്കുന്നു. 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, 7 പേർ മരിച്ചിരിക്കുന്നു. തീർത്തും ദാരുണമായിട്ടുള്ള അപകടമാണ്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? അപകട കാരണമെന്നതിൽ പൂർണ്ണ വ്യക്തതയായോ? ആ ബ്രേക്ക് നഷ്ടമായി, അങ്ങനെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടമായി എന്നുള്ള കാര്യം തന്നെയാണ് ഡ്രൈവർ മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഡ്രൈവർ ഇപ്പോൾ എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്. അദ്ദേഹത്തിനും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിലാണ്. അതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പരിസരത്തടക്കം ഫോറൻസിക് സംഘം അടക്കം എത്തിയിട്ട് വിശദമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ പരിക്കേറ്റവരിൽ 4-5 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ സർക്കാർ വൃത്തങ്ങളും അതുപോലെ തന്നെ പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇവർ 5 പേരും തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. പക്ഷേ വേണ്ട എല്ലാ ചികിത്സയും നൽകാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ചികിത്സാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം മുഴുവൻ വഹിക്കാൻ സർക്കാർ തയ്യാറാണ്, അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കാം എന്നുള്ള കാര്യവും അവിടെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ദേവേന്ദ്ര ഫട്നാവിസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 7 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ 4 പേരുടെ പേരുവിവരങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തുവിട്ടിട്ടുണ്ട്. ബാക്കി 3 പേരെ സംബന്ധിച്ച് നിലവിൽ എന്തായാലും അവിടെ ബന്ധുക്കൾക്ക് വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അവിടെയുള്ള ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, ആശുപത്രി അധികൃതരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എന്തായാലും പറഞ്ഞിരിക്കുന്നത്. വലിയൊരു അപകടം. ഏകദേശം 200 മീറ്ററോളം ദൂരമാണ് ഈ ബ്രേക്ക് നഷ്ടമായി ബസ് നിയന്ത്രണം വിട്ട് ഓടിക്കയറിയത്. അതിനിടയിൽ തന്നെ ഒരു ബൈക്ക്, ഒരു ഓട്ടോറിക്ഷ, പോലീസിൻ്റെ ഒരു വാൻ അടക്കം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഈ ബസ് മുന്നോട്ട് പോയതാണ്. മാത്രമല്ല വലിയൊരു മാർക്കറ്റ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. രാത്രി വളരെ തിരക്കേറിയ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് നിലവിൽ എന്തായാലും പോലീസ് പങ്കുവെക്കുന്ന കാര്യം. എന്തായാലും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ദുരൂഹതകളോ ഒന്നും തന്നെയില്ല. ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടു, അത് അങ്ങനെ നിയന്ത്രണം പൂർണ്ണമായും പോയി എന്നുള്ള കാര്യം തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഈ ഡ്രൈവറെ, കസ്റ്റഡിയിലുള്ള ഡ്രൈവറെ വിശദമായി അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഈ കാര്യത്തിൽ എന്തായാലും